ഹായ് ഹലോ. അപ്പോൾ നമ്മളിത് വാഗമണ്ണിലെ വേറൊരു സ്പോട്ടിലേക്ക് പോകാനാണ് കേട്ടോ. അതായത് വാഗമണ്ണിൽ ഇപ്പം നല്ല ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുന്ന വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. വാഗമൺ ടൗണിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. നമ്മൾ മുട്ടക്കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു വഴി കൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു വഴിയുടെ ഇടഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിലേക്ക് കാണാൻ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നമുക്കിങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മളിപ്പോൾ രാവിലെയാണ് വന്നേക്കുന്നത്. രാവിലെ ടൈമിൽ വന്ന് കാണാനായിട്ട് നമുക്ക് നല്ല അടിപൊളിയാണ്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെയിലൊക്കെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പല പല ഷേപ്പുകളിൽ ഇങ്ങനെ ഒരുപാട് മലനിരകൾ ഇങ്ങനെ ചേർന്ന് പോകുന്നത് മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഒരു 3D പിക്ചറൊക്കെ കാണുന്ന ഒരു ഫീലോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്, ഇതെന്ന് പറയാ വ്യൂ പോയിന്റ് എന്ന് വേണ്ടി ഇവരിവിടെ മെൻഷൻ ചെയ്തേക്കുന്ന സ്ഥലമൊന്നുമല്ല. നമുക്ക് പക്ഷെ വരുന്ന വഴിയിൽ നമുക്ക് കണ്ടപ്പോൾ ഭംഗി തോന്നിയ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്ത് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു 500 മീറ്ററും കൂടെ പോകാനുള്ള അത്രയും കൂടെ ഭാഗത്തേക്ക് നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗ്ലാസ് ബ്രിഡ്ജ് എത്തോട്ട്. ഇവിടെ നമുക്ക് വണ്ടി നിർത്തി കഴിഞ്ഞാൽ താഴേക്കൊരു വ്യൂവും കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. റോഡൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകണേ. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് വാഗമൺ സൂയിസൈഡ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. വേറെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, കാരണം നമുക്ക് കറക്റ്റായിട്ട് ഇവിടുത്തെ ആ ഒരു ലൊക്കേഷൻ ഇത് തന്നെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിനെ നമ്മൾ എന്തായാലും നമ്മളല്ല ഇത് വാഗമൺ സൂയിസൈഡ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. താഴേക്ക് നല്ല ലെങ്ത്തിൽ ഒരു സ്ട്രെയിറ്റ് കൊക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നമ്മൾ എത്തിപ്പിടിച്ച് ഫോട്ടോ എടുക്കാൻ പോയാൽ ചിലപ്പോൾ സൂയിസൈഡ് പോയിന്റിലേക്ക് നമ്മളും കൂടെ പോകുന്നുണ്ട്. നമ്മളതിന് അത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ വലിയൊരു കൊക്കയാണ് കേട്ടോ. ഇത് സൂയിസൈഡ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഞാൻ പോയി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ചൊരു ഭാഗത്തേക്ക് നടന്ന് കയറി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് പോയിന്റ് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക കൈവരി കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ താഴേക്ക് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഭയങ്കര വലിയ കൊക്കയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കാണാം. അങ്ങോട്ടേക്ക് എത്തി വലിഞ്ഞ് നോക്കാൻ നിന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ താഴേക്ക് പോകാൻ നമ്മൾ എന്തായാലും അത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഭാഗം ഞാൻ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് അപ്പുറത്തുള്ള ഒരുപാട് മലനിരകൾ, അതുപോലെ തന്നെ അവിടുത്തെ ഒരു വെള്ളം ഒഴുകുന്നൊരു അരുവി ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം കേട്ടോ. ഇത് ഒരുപാട് ഡിസ്റ്റൻസിലാണ്. അതുപോലെ തന്നെ വലിയ കൊക്കയാണ്. രണ്ട് സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല വലിയ കൊക്കയാണ്. അതിൻ്റെ സൈഡിലായിട്ടതേ ഉരുള് പൊട്ടി ഒഴുകിയതുപോലെ ഒരു വലിയൊരു ചാലൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമ്മൾ വന്നേക്കുന്ന ഈ ഒരു ഒക്ടോബർ ടൈമിലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് രാവിലെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത്. ഒക്ടോബർ മാസമാണ് നമ്മൾ വന്നേക്കുന്നത്. അതുപോലെ ഇത് മോർണിംഗ് ടൈമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ലപോലെ മഞ്ഞും ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂയിസൈഡ് പോയിന്റിൻ്റെ ഏകദേശം ഒരു വ്യൂ ഒക്കെ. അതിൻ്റെ ആ ഒരു ആഴമൊന്നും കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത്രയാണ് കേട്ടോ കാണാനുള്ളത്. നമ്മളിത് ഈ ഒരു വഴി കൂടെ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണേ. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് വലിയ കുഴികളൊക്കെയാണ് ഇവർ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ മുഴുവൻ മലകളാണ് കേട്ടോ. നമുക്കിവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൊത്തം കട്ടയൊക്കെ വിരിച്ച് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അങ്ങോട്ടേക്ക് നടന്ന് കയറി പോവാം കേട്ടോ. അപ്പോൾ ദേ നമ്മൾ പതുക്കെ നടന്ന് അവിടെ നിന്ന് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്കും താഴെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ അവിടുത്തെ ആ ഒരു വ്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് താഴേക്ക് ഇറങ്ങി പോകണം. നമുക്ക് അവിടെ ഇറങ്ങി ചെന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കയറുകയും കൂടി ചെയ്യാം കേട്ടോ. നല്ല കാറ്റാണ്, അതുപോലെ തന്നെ കോട കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് വരുമ്പോഴത്തേക്കും അതിനോട് തുടർന്ന് തന്നെ ഇവിടെ ഒരുപാട് വേറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ എല്ലാം ഒന്നും വർക്കിംഗ് അല്ല, കുറച്ചൊക്കെ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് എന്നാലും നമുക്ക് ഒരുപാട് വർക്കിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ. അതായത് നമുക്കൊരു ലേക്ക് പോലെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മളിങ്ങനെ സിപ്പ് ലൈനിൽ പോകുന്നത് കേട്ടോ. സിപ്പ് ലൈനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഒരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തരാൻ
300 രൂപ സിപ്പ് ലൈനിൽ പോകാനും ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനും എല്ലാം കൂടെ കൂടിയിട്ട് വരുമ്പോൾ 650 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ സിപ്പ് ലൈനിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹിപ്പിലേക്ക് ബെൽറ്റ് ഒക്കെ കൊടുത്ത് അത് അവർ ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇവിടുന്ന്. അത്യാവശ്യം സേഫ്റ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തലയിൽ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെ പോകുന്നതെന്നും കൂടെ കാണാവേ. നമ്മുടെ ആള് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ഡ്രോണും കൂടെ പോയിട്ട് നമ്മുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ദേ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അതായത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കായാലും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ആക്ടിവിറ്റീസിലേക്കാണെങ്കിലും പോകുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡുകളിലൂടെ നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളതിലൊക്കെ കയറാം. എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിന് 250 രൂപയാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത്. അത് ഒരാൾക്ക് കയറാനായിട്ട് 250 രൂപ. അതുപോലെ തന്നെ 5 മിനിറ്റ് സമയമാണ് നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതിൽ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് പൊന്താനുള്ളത്. അതുപോലെ ഈ ഒരു ടവറിൽ നിന്നാണ് നമ്മുടെ സൈക്കിള് പോകുന്നത്. സൈക്കിളും അതുപോലെ തന്നെ ഈ ഒരു റോളായിട്ടുള്ള തന്നെ സ്കൈ റോളർ ഇതൊക്കെ പോകുന്നത് ഈ ഒരു ടവറിന്റെ മുകളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു ടവറിലേക്കാണ് ഇതൊക്കെ പോകുന്നത്. സൈക്ലിങ്ങിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് നമുക്ക് ഓൾറെഡി താഴെ നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസിനും നമ്മൾ വേറെ ടിക്കറ്റ്സ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഈ ഒരു ടവറിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് താഴേക്കുള്ള ഒരു വ്യൂ പോയിന്റ് ഒക്കെ കാണാനായിട്ടും പറ്റും കേട്ടോ. അതിന് നമുക്ക് ചാർജ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് അതിൽ കയറി നിന്ന് കാണാവുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ വേണം താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്തതിന് ശേഷം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ തിരിച്ച് വന്നിട്ട് പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോകേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാം. ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങി പോകാം കേട്ടോ. അങ്ങനെ അത് ഫൈനലി നമ്മൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറാവേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ നമ്മുടെ വാഗമണിലുള്ള ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിന് ഏകദേശം 3500 അടിയാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്നും ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഇട്ട പോർഷനിലൂടെ നമ്മൾ ആ നടന്നു പോകുന്ന ആ ഒരു പോർഷൻ വരുന്നത് 40 മീറ്റർ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഗ്ലാസ് ജർമ്മൻ ഗ്ലാസ്സുകളാണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനകത്ത് കയറി അതിൻ്റെ ആ ഒരു എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ 2 ചെറുക്കന്മാർ എന്താ പറയുക കമ്പാനിയനായിട്ട് വരുന്നുണ്ട്. അവരവിടുത്തെ സ്റ്റാഫ്മാരാണ്. അവർ നമ്മുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ തനിച്ച് പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇതിന് ടെൻഷനൊക്കെ ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ കൂടെ വരുന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അതിൻ്റെ അറ്റത്തേക്ക് ചെന്ന സമയത്ത് ഭയങ്കര കാറ്റുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കുന്നതിൻ്റെ ആ ഒരു ഇതുകൊണ്ടും നമ്മുടെ ആ ഒരു ബ്രിഡ്ജ് ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ തോന്നിയായിരുന്നു. ഞാൻ വിചാരിച്ചായിരുന്നു ആരെങ്കിലുമൊക്കെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഇപ്പോൾ തനിച്ചായതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാഗമൺ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ വാഗമണിലെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ടതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ്. എന്തായാലും ആ വഴിക്ക് പോകുന്നവർ വാഗമണിൽ പോയി ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സംഭവം നല്ല അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര കാറ്റും കുറച്ച് മഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക വിഷ്വൽ ക്ലാരിറ്റി ഒക്കെ കുറവുണ്ട്. എന്നാലും എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ.
അപ്പോൾ നമ്മളവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യന്മാരെ കൊണ്ട് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തരും. പക്ഷേ എന്താ പറയുക, നല്ല മഞ്ഞുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓൺ വോയിസ് കൊടുക്കാനായിട്ട് ആ സമയത്ത് അവിടെ പാട്ടൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ബ്രിഡ്ജിൽ നിന്ന് തിരിച്ചിങ്ങനെ നടന്നു പോരുന്ന സമയത്ത് നമുക്ക് താഴേക്ക് നോക്കുവാണെങ്കിൽ അതിനിടയിൽ കൂടി ചെറിയൊരു അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് കാണാം കേട്ടോ. അത്യാവശ്യം നല്ല ആഴമുണ്ട്, നമുക്കിങ്ങനെ നോക്കുമ്പോൾ ലൈറ്റായിട്ട് കാണാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതേ തിരിച്ച് ഇറങ്ങുകയാണ്. നമ്മൾ ടൈമായി നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോരുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വാഗമണിലൊക്കെ വരുന്നവർ ഒന്ന് ട്രൈ ചെയ്യുക, അതായത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അതിൽ കയറി നിൽക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊന്നും ഇതിനകത്ത് കയറ്റത്തില്ല കേട്ടോ. 5 വയസ്സിന് താഴേക്കുള്ള കുട്ടികളൊന്നും ഇതിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ പെർമിഷൻ തരത്തില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം അതിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സ്ഥലവും അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ സ്ഥലത്തിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ പുതിയൊരു വിശേഷമായി കാണുന്നത് വരേക്കും ബൈ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.